പ്രധാനമായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അധികം യൂട്യൂബിൽ ആക്റ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയൊന്നുമല്ല. എനിക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പക്ഷേ കുറച്ചധികം കാര്യങ്ങൾ ഇവിടുത്തെ കാനഡയിലെ ലൈഫിനെ പറ്റിയും അതേപോലെ ചെറിയ ചെറിയ എല്ലാവരും കോമൺ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ ഇവിടെ ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. മേ ബി അത് ഒന്നോ രണ്ടോ ആളുകൾക്കാണെങ്കിൽ പോലും ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കുമല്ലോ എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ കാനഡയിലെത്തി, എന്താണ് എൻ്റെ കാനഡയിലെ ലൈഫ്, ഞാൻ എത്ര നാളായി കാനഡയിൽ വന്നിട്ട്, ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ആദ്യം പറയുന്നത്. അപ്പോൾ ഞാൻ എല്ലാവരെയും പോലെ വിദേശത്ത് പോയി പഠിക്കണം, നല്ല ക്വാളിറ്റി ഓഫ് ലിവിങ് ഉണ്ടായിരിക്കണം, നല്ല രീതിയിലൊക്കെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത് കുറച്ചൊക്കെ ആഗ്രഹിച്ച പോലെയൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. മലയാളിയാണ്. മലയാളം സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, പക്ക ഒരു മലയാളിയാണ്. അപ്പം ഞാൻ കാനഡയിൽ വന്നിട്ട് ഇപ്പോൾ 3.5 വർഷം കഴിഞ്ഞു. 2021 ഓഗസ്റ്റിലാണ് ഞാൻ കാനഡയിൽ വരുന്നത്. എല്ലാ ആൾക്കാരെയും പോലെ കാനഡയിൽ സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ കാനഡയിൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരിക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ എന്ന് പലരും വിചാരിക്കുന്നുണ്ടാവും. പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരാൻ പറ്റും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. അപ്പം അതുകൊണ്ട് കാനഡയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവര് തീർച്ചയായിട്ടും ഇതുപോലെ കാനഡയിൽ നിന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ വീഡിയോസോ അല്ലെങ്കിൽ ഓഡിയോസോ ഒക്കെ കേൾക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ 2021 ഓഗസ്റ്റിലാണ് കാനഡയിൽ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാനിവിടെ വരുന്ന സമയത്ത് കോവിഡൊക്കെ ആയ ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് അത്ര ഈസി ആയിട്ട് അല്ലായിരുന്നു കാര്യങ്ങളൊക്കെ. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിരുന്നു കോഴ്സ്. അതേപോലെ നമുക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മാസ്ക് ഇട്ടുകൊണ്ടേ പുറത്തു പോകാൻ പറ്റുള്ളൂ. നമുക്ക് കോളേജ് ക്യാമ്പസിൽ പോകണമെങ്കിൽ നമ്മൾ ആദ്യമേ മെയിലൊക്കെ അയച്ചിട്ട് റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് അപ്രൂവലൊക്കെ വരണം. അതേപോലെ നമുക്ക് എവിടെ പോയാലും നമ്മൾ മാസ്ക് ഒക്കെ ഇട്ട് ധരിക്കണം. കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഓൾറെഡി അറിയാം എല്ലാവർക്കും, കാരണം ഒരുപാട് ആൾക്കാർ അത് ഫേസ് ചെയ്തതാണ്. കോവിഡിന്റെ ടൈമിൽ ഒട്ടുമിക്ക ആൾക്കാരും ഫേസ് ചെയ്ത സിറ്റുവേഷനാണ്. അപ്പോൾ ഞാൻ പുതിയൊരു കൺട്രിയിലേക്ക് വരുവാണ്. അപ്പോൾ എനിക്കിവിടെ ഒന്നും അറിയില്ല. എനിക്ക് ഒന്നേന്ന് പാർട്ട് ടൈം ജോബ് കണ്ടുപിടിക്കണം. അതേപോലെ എനിക്ക് ഇവിടെ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കണം. എനിക്ക് ഒരു ഫ്രണ്ട് പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ സിറ്റിയിൽ. അപ്പൊ ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് ഇവിടെ നിന്ന് ഒരു 1.25 മണിക്കൂർ ദൂരെ വാട്ടർലൂ എന്ന് പറയുന്നൊരു സിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെയാണ് ഞാനൊരു 3 ആഴ്ച നിന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ സിറ്റിയിലേക്ക് വന്നു. എൻ്റെ സിറ്റി എന്ന് പറയുമ്പോൾ ലണ്ടൻ ആണ് എൻ്റെ സിറ്റി. അപ്പൊ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒന്നേന്ന് കാര്യങ്ങൾ തുടങ്ങേണ്ടി വന്നു. പുതിയ ആൾക്കാരെ പരിചയപ്പെടേണ്ടി വന്നു. അങ്ങനെ എന്താ പറയാ, എനിക്കൊരു പുതിയ വേൾഡ് ആയിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് മാറിയൊക്കെ നിന്നിട്ടുണ്ട്. നേരത്തെയും കോളേജിൽ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. എന്നാലും നമ്മൾ പുതിയൊരു കൺട്രി, ഒരാളെയും അറിയില്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പുതിയതാണ്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ആകാംക്ഷയും ഒരു പേടിയും അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിളും ഒക്കെ ഉണ്ടായിരുന്നു, നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ പതിയെ പാർട്ട് ടൈം ജോബുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്റെ ഫസ്റ്റ് പാർട്ട് ടൈം ജോബ് എന്ന് പറയുന്നത് വാൾമാർട്ടിലായിരുന്നു. വാൾമാർട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഒരു ഗ്രോസറി സ്റ്റോറാണ്. അപ്പൊ അവിടെ ഒരു അസോസിയേറ്റ് ആയിട്ടാണ് എനിക്ക് പൊസിഷൻ കിട്ടുന്നത്. അതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ അത് വലിയ കോമഡിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഈ കളക്ടറേറ്റിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, നമ്മൾ ഒരുപാട് പേര് ഇങ്ങനെ പേപ്പേഴ്സ് ഒക്കെ ആയിട്ട് ക്യൂ നിൽക്കും. അല്ലെ പഞ്ചായത്ത് ഓഫീസിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, നമ്മളിങ്ങനെ കുറേ നേരം ക്യൂ നിന്ന് നമ്മുടെ അവസരം കിട്ടുമ്പോൾ നമ്മൾ അകത്ത് കയറി സംസാരിക്കുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അതേപോലെ തന്നെയായിരുന്നു എനിക്ക് വാൾമാർട്ടിലെ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഒരു ബൾക്ക് ഇന്റർവ്യൂ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-500 പേരെങ്കിലും ഉണ്ടായിരിക്കും, മിക്കവരും മലയാളികൾ. അപ്പോൾ എല്ലാവരും ക്യൂ നിൽക്കുന്നു. 2-2.5 മണിക്കൂർ വെയിലത്ത് ക്യൂ നിന്ന്. അപ്പോൾ കാനഡയിൽ വെയിലുണ്ട്, സമ്മറിൽ കുറച്ച് വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ സമ്മർ ടൈമിലാണ്, എനിക്ക് തോന്നുന്നു സമ്മർ അല്ല, ആക്ച്വലി ഫോളിലാണ് ഞാൻ
കാനഡ വന്നത്. അപ്പോൾ ഫുൾ ടൈമാണ്. അപ്പോൾ ആ സമയത്ത് ഇത്തിരി വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ 2-2.5 മണിക്കൂറോളം ആ വെയിലത്ത് ഞങ്ങൾ നിന്നു. പക്ഷെ നമ്മുടെ നാട്ടിലെ വെയിലൊന്നും അല്ല കേട്ടോ, എന്നാലും സഹിക്കാൻ പറ്റുന്ന വെയിലൊക്കെ. അപ്പോൾ ആ വെയിലത്ത് നമ്മൾ ഒരു 500 പേരോളം ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ ക്യൂ നിന്ന് എൻ്റെ അവസരം കിട്ടിയപ്പോൾ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു ഫസ്റ്റ്. അതിനുശേഷം ഇന്റർവ്യൂസ് 2 ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അസോസിയേറ്റ് ആയിട്ട് കിട്ടി. വോൾമാർട്ടിൽ മിനിമം സാലറി ആണ് ഉള്ളത്. കാനഡയിലെ മിനിമം വേജ് അന്ന് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, $14.5 എന്തോ ആയിരുന്നു എൻ്റെ വിശ്വാസം. അപ്പോൾ ആ ഒരു എമൗണ്ടിനാണ് ഞാൻ ആദ്യം വർക്ക് ചെയ്ത് തുടങ്ങിയത്. 20 മണിക്കൂറേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ ഒരു സ്റ്റുഡൻറ്റിന്. അങ്ങനെയായിരുന്നു അന്നത്തെ നിയമം. ഇന്നും അങ്ങനെയാണെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ വോൾമാർട്ടിൽ പാർട്ട് ടൈമിന് ജോലിക്ക് കയറി. പക്ഷെ വോൾമാർട്ടിലെ പാർട്ട് ടൈം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല, കാരണം അതിനുള്ള എമൗണ്ട് നമുക്ക് കിട്ടില്ല. പിന്നെ ഞാൻ അവിടുന്ന് വേറെ ജോലികൾ അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷെ എൻ്റെ കോഴ്സ് ഇത്തിരി ടഫായിരുന്നു. എൻ്റെ കോഴ്സ് 5 ദിവസം ക്ലാസ്സും ഉണ്ട്. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ പോലും അറ്റൻഡൻസ് ഉണ്ട്, ഇൻ ക്ലാസ് ആക്ടിവിറ്റീസ് ഉണ്ട്, അസൈൻമെന്റ്സ് ഉണ്ട്, നല്ല ടഫ് കോഴ്സും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അധികം കാര്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല പഠിക്കുന്ന സമയത്ത്. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് 4 മാസം കോപ്പ് ഉണ്ടായിരുന്നു. കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പ്, നമ്മുടെ നാട്ടിലെ ഇന്റേൺഷിപ്പ് പോലത്തെ ഒരു സംഭവമാണ് കോപ്പ്. അപ്പൊ നമ്മൾ അത് അപ്ലൈ ചെയ്യണം. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കമ്പനി അത് അക്സെപ്റ്റ് ചെയ്ത് കമ്പനി ഇന്റർവ്യൂസ് നടത്തി എക്സാം ഉണ്ടാവും. ഓരോ കമ്പനിക്ക് ഓരോ സ്റ്റൈലാണ്. അപ്പോൾ ശരിക്കും ഒരു ആളെ ഹയർ ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു പ്രോസസ് ആയിരിക്കും ഈ കോപ്പിന് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഞാൻ 4 മാസം എനിക്കൊരു കമ്പനിയിൽ കോപ്പ് കിട്ടി. അപ്പോൾ ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു, എക്സാം ഉണ്ടായിരുന്നു, അതൊക്കെ എങ്ങനെയൊക്കെയോ പാസ്സായി. അങ്ങനെ ഞാൻ അവസാനം കോപ്പിൽ കയറി. ഒരു കമ്പനിയിൽ 4 മാസം ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ കാനഡയിലുള്ളവർക്കറിയാം, ഈ ഫസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1 ഇയർ വർക്ക് പെർമിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചെയ്യുന്നത് 1+1 അല്ലെങ്കിൽ നേരെ 2 വർഷത്തെ കോഴ്സ് എടുക്കുക, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷത്തെ കോഴ്സ് എടുത്തിട്ടാണ് വന്നത്. എന്നിട്ട് 2ാമത്തെ വർഷത്തെ കോഴ്സ് ഇവിടെ നിന്ന് എടുക്കാമെന്ന് പ്ലാൻ ചെയ്താണ് വന്നത്. അങ്ങനെ ഞാൻ തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഞാൻ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഫുൾ ടൈം വർക്കിന് കയറാം, എന്നിട്ട് തീരുമാനിക്കാം എന്നുള്ളൊരു രീതിയിൽ ഞാൻ ഒരു കമ്പനിയിൽ കയറി. അതൊരു ഫാക്ടറിയാണ്. അവിടെ ഞാൻ ഫുൾ ടൈം എംപ്ലോയി ആയിട്ട് കയറി. അങ്ങനെ 3 മാസം അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പലതവണ പലരോട് സംസാരിച്ചു. അഡ്വക്കേറ്റ്സിൻ്റെ അടുത്ത് സംസാരിച്ചു, അതേപോലെ തന്നെ വേറെ സ്റ്റുഡൻസിനോട് സംസാരിച്ചു, ഇവിടെ ഉള്ളവരോട് സംസാരിച്ചു, പാരൻസിനോടും ബന്ധുക്കളോടും ഒക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു 2ാമത്തെ വർഷത്തെ കോഴ്സ് എടുക്ക്, റിസ്ക് എടുക്കണ്ട, എന്നാലേ 3 വർഷത്തെ പെർമിറ്റ് കിട്ടുള്ളൂ, PR അല്ലെങ്കിൽ കിട്ടില്ല, 1 ഇയർ പെർമിറ്റ് വെച്ചിട്ട് PR കിട്ടില്ല എന്ന് തന്നെ അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, 1 ഇയർ പെർമിറ്റ് 1 ഇയർ വെച്ചിട്ട് പെർമിറ്റ് കിട്ടാൻ പോണില്ല. അപ്പോൾ 1 ഇയർ വെച്ചിട്ട് പെർമിറ്റ് കിട്ടാൻ പോണില്ല. അപ്പോൾ ആ ഒരു റിയലൈസേഷനിൽ നിന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് സെക്കൻഡ് കോഴ്സ് എടുക്കാം എന്ന് പറഞ്ഞ് സെക്കൻഡ് കോഴ്സ് എടുക്കാനുള്ള തീരുമാനം എടുക്കുന്നതിന് കുറച്ച് മുന്നേ നമുക്കൊരു സ്വയം വെളിപാടുണ്ടാവുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതേപോലെ എനിക്ക് എവിടെ നിന്നോ തോന്നി വേണ്ട, ഇനി പഠിക്കണ്ട. കാരണം ഞാൻ നാട്ടിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. ഞാൻ നാട്ടിലൊരു 4 വർഷം വർക്ക് ചെയ്തിരുന്നു സോഫ്റ്റ്വെയർ QA അനലിസ്റ്റ് ആയിട്ട്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ QA അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തതിൻ്റെ റിലേറ്റഡ് തന്നെ ഒരു കോഴ്സാണ് ഞാൻ പഠിച്ചതും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു പ്രൊഫഷനിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. പിന്നെ എനിക്ക് ഒരു കോഴ്സൂടെ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അൾട്ടിമേറ്റ്ലി ഇവിടെ PR കിട്ടുക എന്നുള്ളത് മാത്രമല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. നമുക്ക് നമ്മുടെ പ്രൊഫഷൻ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലി കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ഉദ്ദേശം. അങ്ങനെ ആ ഒരു ഉദ്ദേശത്തിന്റെ പുറത്ത് ഞാൻ ജോലികൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനൊരു കോൺട്രാക്ട് ഓപ്പർച്യൂണിറ്റിനെ പറ്റി കേൾക്കുന്നത്. ടൊറന്റോ ഓക്കെ, മലയാളികൾ ടൊറന്റോ എന്നാണ് പറയുന്നത്, പക്ഷെ ശരിക്കും ടൊറന്റോ എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ. ഓക്കെ, അപ്പോൾ ഈ ടൊറന്റോയില് ആക്ച്വലി ഒരു IT കമ്പനി ഒരു 18 മന്ത്സ് കോൺട്രാക്ട് പൊസിഷൻ ഹയർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. കോൺട്രാക്ട് പൊസിഷൻ ആണ്, വിച്ച് മീൻസ് ഒരു ഡെഡ് ലൈൻ ഉണ്ടാവും. ആ ഡെഡ് ലൈനിനുള്ളിൽ നമ്മുടെ കോൺട്രാക്ട് കഴിയും, പിന്നെ നമുക്ക് ജോലി ഉണ്ടാവില്ല. ചില സമയത്ത് ചില കമ്പനീസ് ഈ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തു തരും, പക്ഷെ അത് നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഡിപ്പെൻഡ്സ്, നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കോൺട്രാക്ട് എടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തി. കാരണം എനിക്ക് ആ സമയത്ത് കുറച്ചുകൂടെ പൈസ വേണം,
ജോലി വേണം, അങ്ങനെയുള്ളതായിരുന്നു. ഈ ജോലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്രീം ജോബ് തന്നെയാണ്. കാരണം അതായത് ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സോഫ്റ്റ്വെയർ QA അനലിസ്റ്റ് പൊസിഷൻ തന്നെയാണിത്. നല്ല കമ്പനിയാണ്, നല്ല പേ തരുന്നുണ്ട്, നല്ലൊരു പാക്കേജാണ് അവരെനിക്ക് ഓഫർ ചെയ്തത്. അപ്പോൾ 18 months കോൺട്രാക്ട് ആണ്. അപ്പോൾ അതിനുള്ളിൽ എനിക്കൊരു വർക്ക് എക്സ്പീരിയൻസ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അത് വെച്ച് 1 year വെച്ച് CSC ക്ലാസ്സിൽ എനിക്ക് PR കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാൽക്കുലേഷൻസ് ഒക്കെ ഞാൻ ചെയ്ത് ഞാൻ മറ്റുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ എല്ലാം മാറ്റിക്കളഞ്ഞ് ഞാൻ തീരുമാനിച്ചു, ഓക്കെ ഞാൻ ഇനി പഠിക്കുന്നില്ല. അങ്ങനെ ഞാൻ 2ാമത്തെ വർഷത്തെ കോഴ്സ് എടുത്തില്ല. ഞാൻ ഫസ്റ്റ് ഇയർ കോഴ്സ് കഴിഞ്ഞ് നേരെ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്തു. ഈ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 1 year പെർമിറ്റ് കിട്ടിയുള്ളൂ. ആ 1 year എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം ഈ പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ നാട്ടിൽ പോകേണ്ടി വരും. സോ ഒരുപാട് റിസ്ക് ഉണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഈ 1 year കോഴ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഉണ്ട്, ഒരുപാട് റിസ്ക് ഉണ്ട്. ഇവിടെ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ മാസവും റൂള് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്നും പ്രെഡിക്റ്റബിൾ അല്ല. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്ന് ഞാൻ റിസ്ക് എടുക്കാം, കുഴപ്പമില്ല, ഇപ്പൊ ഇനി പോകേണ്ടി വന്നാൽ പോവാം. അല്ലാതെ എനിക്കിവിടെ കഷ്ടപ്പെട്ട് ഫാക്ടറിയിലൊക്കെ പണിയെടുത്ത് എനിക്ക് PR കിട്ടാൻ എനിക്ക് ഭയങ്കര ഉള്ളിലൊരു വേണ്ട എന്നൊരു തോന്നൽ. ഞാൻ കുറച്ച് കാണുന്നൊന്നുമല്ല കേട്ടോ, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്ത് PR ഒക്കെ എടുക്കുന്ന, കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് PR ഒക്കെ കിട്ടിയ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. സ്റ്റിൽ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് ആ കഷ്ടപ്പെടാനൊരു മടി. അപ്പോ കാരണം എനിക്ക് അല്ലാതെ കിട്ടുന്ന എന്റെ ഉള്ളിൽ ഒരു തോന്നല് എവിടെന്നോ കയറി വന്നതാണ്. ചിലപ്പോൾ ആത്മവിശ്വാസം ആവാം, ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ് ആവാം, എന്തും ആവാം. അപ്പോ എന്തായാലും ഞാൻ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഈ കമ്പനിയിൽ അപ്ലൈ ചെയ്തു. ശരിക്കും പറഞ്ഞ ഒരു 5-6 റൗണ്ട് ഉണ്ടായിരുന്നു. അതൊക്കെ വിശദമായിട്ട് വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, എന്തൊക്കെയാണ് ഇന്റർവ്യൂ റൗണ്ട്സ് എന്നൊക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ജോലി കിട്ടുന്ന പോലെ അല്ല, വളരെ പാടാണ് ഇവിടെ ജോലി കിട്ടാൻ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് എനിക്ക് 4 മാസത്തെ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 3 ടെക്നിക്കൽ റൗണ്ടും ഒരു HR റൗണ്ടും പിന്നെ ഒരു ചെറിയ അസസ്മെന്റും അങ്ങനെ കുറേ സംഭവങ്ങൾ കടന്നുപോയി. അപ്പോൾ 18 months കോൺട്രാക്ട് പൊസിഷന് ഞാൻ അതിലും കൂടുതൽ എക്സ്പെക്ട് ചെയ്തു. ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു കോഡിംഗ് ടെസ്റ്റ്, ഒരു അസസ്മെന്റ്, 2 ടെക്നിക്കൽ ഇന്റർവ്യൂ, ഒരു HR ഇന്റർവ്യൂ, ഒരു ഫോണിൻ ഇന്റർവ്യൂ, ഇത്രയും റൗണ്ട്സ് ഉണ്ടായിരുന്നു. ഈ റൗണ്ട്സ് ഒക്കെ പാസ്സായി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ അടിപൊളിയാണല്ലോ എന്ന്. അതുകൊണ്ടൊന്നുമല്ല. ആ സമയത്ത് നമ്മൾ വിചാരിക്കില്ല നമുക്ക് വേറൊരു ഓപ്ഷനും ഇല്ല, നമ്മൾ എത്രയും നന്നായിട്ട് പെർഫോം ചെയ്താലേ നമുക്ക് ഈ ജോലി കിട്ടുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ഒരു ഉള്ളിലൊരു തോന്നലുണ്ടല്ലോ. ആ തോന്നലും പിന്നെ നമ്മുടെ കോൺഫിഡൻസ്, പിന്നെ നമ്മുടെ എന്താ പറയാ, കുറച്ചൊക്കെ നമ്മുടെ ഒരു ലക്കും എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാ ഫാക്ടേഴ്സും കൂടി മീറ്റ് ചെയ്ത് അവസാനം എനിക്ക് ആ ജോലി കിട്ടി. അപ്പോൾ ആ ജോലി കോൺട്രാക്ട് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ എന്റെ എൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് 18 months കഴിഞ്ഞിട്ടാണ്. അപ്പോഴേക്കും എന്റെ പെർമിറ്റ് ഒക്കെ എക്സ്പയർ ആവും. അപ്പൊ ഞാൻ എന്റെ കറണ്ട് വർക്ക് പെർമിറ്റും സിന്നും എല്ലാം എന്റെ കമ്പനിയിൽ കൊടുത്ത് ഞാൻ ജോയിൻ ചെയ്തു. അങ്ങനെ 2023 ജനുവരിയിൽ ഞാൻ ജോലിക്ക് കയറി. അങ്ങനെ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചെയ്ത ഒരു നല്ല കാര്യം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും കാനഡയിലോ അല്ലെ വിദേശത്ത് എവിടെയോ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നമുക്കൊരു കാര്യം വേണം, നമുക്ക് PR വേണം, അല്ലെങ്കിൽ നമുക്ക് സിറ്റിസൺഷിപ്പ് വേണം. അപ്പൊ അതിനൊക്കെയുള്ള ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. നമ്മൾ എപ്പോഴും അതിന്റെ ന്യൂസുകൾ കാണുക, അതിന്റെ കറസ്പോണ്ടിങ് പേജസ് ഉണ്ടെങ്കിൽ ആ പേജസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. റിലവന്റ് ഇൻഫർമേഷൻ എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ അത് ഞാൻ ചെയ്തൊരു നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അത് ഫോളോ ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ നോക്കും, എന്തൊക്കെ ആദ്യം ചെയ്യണം, എന്തൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു തീർക്കണം എന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഞാൻ ആദ്യം IELTS എഴുതി. ഭാഗ്യവശാൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ആവശ്യമുള്ള സ്കോർ കിട്ടി. 2ാമത് ഞാൻ വെസ് ചെയ്തു. അപ്പോൾ ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വെസ് ഓൺലൈനിൽ ചെയ്യാൻ പറ്റില്ല. ചില യൂണിവേഴ്സിറ്റീസിന് ആ ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് നേരിട്ട് ആൾ ചെന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം, അങ്ങനെയായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ക്വൈറ്റ് ടഫ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു ഏജൻസിക്ക് പൈസ കൊടുത്തിട്ട് ആ ഏജൻസിയാണ് ഓൺ ബിഹാഫ് ഓഫ് മീ അവിടെ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് വെസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നത്. അധികം പൈസയൊന്നും എനിക്കായിട്ടില്ല. അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ വെസ് കംപ്ലീറ്റ് ആയി, IELTSഉം കംപ്ലീറ്റ് ആയി. അപ്പൊ എന്റെ സൈഡിലുള്ള കാര്യങ്ങളെല്ലാം തീർന്നു. ഇനി ഞാൻ ചെയ്യേണ്ടത് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ അതിനൊക്കെ കുറെ റിക്വയർമെന്റ്സ് ഉണ്ട്. അപ്പൊ ആ റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം
പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യണം, കോള് വരുന്നുണ്ടോ, ഇൻവിറ്റേഷൻ വരുന്നുണ്ടോ, എനിക്ക് പറ്റിയ എന്തെങ്കിലും ഒരു ഇൻവിറ്റേഷൻ വന്നോ എന്ന് ഞാനിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞാനൊരു 10 months വർക്ക് കഴിഞ്ഞ സമയത്ത് ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ 6 months കൂടുമ്പോൾ എൻ്റെ കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്യും എക്സ്പീരിയൻസ് ലെറ്റർ, അതുപോലെ ഞാനിവിടെ കറന്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള പ്രൂഫ്, എംപ്ലോയ്മെന്റ് ലെറ്റർ, അതൊക്കെ ഞാനിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. ഒരു ഭാഗ്യവശാൽ എനിക്കങ്ങനെ അധികം റിക്വസ്റ്റ് ചെയ്ത് വാങ്ങേണ്ട ആവശ്യം വന്നില്ല. ഞങ്ങൾക്കൊരു പോർട്ടൽ ഉണ്ട്, ആ പോർട്ടലിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനിത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കും. അങ്ങനെ ഒരു 10 months കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈല് ഒന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തു. എന്തൊക്കെയോ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം തന്നെയാണ് കേട്ടോ ചെയ്തത്. പൈസ കൊടുത്ത ഒരു ഏജൻസിയോ ലോയറിനെ കൊണ്ട് ഒന്നുമല്ല ചെയ്യിപ്പിച്ചത്, ഞാൻ എല്ലാം തന്നെയാണ് ചെയ്തത്. യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബ് വീഡിയോസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുന്നത്. കാരണം ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഒരുപാട് പേര് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബസ് ആദ്യത്തെ പ്രോസസ്സൊക്കെ ചെയ്തതും, അതേപോലെ ഞാൻ എൻ്റെ PR എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, അങ്ങനെ ഞാൻ എൻ്റെ എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് കാണിച്ചായിരുന്നു. അപ്പോൾ ആ മിസ്റ്റേക്ക് ഞാൻ ഒരു 9 months ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത് കണ്ടുപിടിച്ചിട്ട് ഞാൻ തന്നെ അത് റിസോൾവ് ചെയ്തു. അങ്ങനെ 10 month കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ ഒരു STEM എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ PR-ന് ഒരു ഇൻവിറ്റേഷൻ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്കോറും എൻ്റെ എക്സ്പ്രസ് എൻട്രിയിൽ എൻ്റെ CRS-ഉം തമ്മിൽ നല്ല മാച്ചിങ്. അപ്പം ഞാൻ പെട്ടെന്ന് കയറി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോൾ എനിക്ക് ഇൻവിറ്റേഷൻ വന്നു PR-ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമായിരുന്നു. കാരണം എന്നോട് ഒരുപാട് പേര് നെഗറ്റീവാണ് പറഞ്ഞത്, നിങ്ങൾക്ക് PR കിട്ടില്ല, നീ തിരിച്ചു പോകേണ്ടി വരും, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ്, പിന്നെ നീ തന്നെയല്ലേ ചെയ്യുന്നത്, അപ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് വരും, നീ ആരെങ്കിലും കൊടുത്ത് ചെയ്യിക്ക്. അങ്ങനെ പല ആൾക്കാരും പല അഭിപ്രായമാണ് എനിക്ക് പറഞ്ഞു തന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മുടെ കോൺഫിഡൻസ് ആണ് എല്ലാം. നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാണോ, നമ്മളെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിശ്വാസമുണ്ടോ, ദെൻ വേറൊരാളും പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഇൻവിറ്റേഷൻ വന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ ഇരുന്ന് വീഡിയോസ് കാണാൻ തുടങ്ങി. അതേപോലെ തന്നെ PR കിട്ടിയ ആൾക്കാരോട് ചോദിക്കാൻ തുടങ്ങി. PR എൻ്റെ സെയിം പ്രോസസ്സിലൊക്കെ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ ഞാൻ വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ എല്ലാം മനസ്സിലാക്കി അവസാനം ഞാൻ അതിൻ്റെ പ്രോസസ്സുകളെല്ലാം ചെയ്ത് എല്ലാം പടപടപടപടി കഴിഞ്ഞു. അങ്ങനെ എനിക്ക് 2024 ജൂണിൽ എനിക്ക് PR കാർഡ് കയ്യിൽ കിട്ടി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ PR ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ 1 year പഠിച്ചാലും ഇവിടെ PR കിട്ടും. പക്ഷേ അതിന് വേണ്ട എല്ലാ ക്വാളിഫിക്കേഷൻസും നമുക്ക് ഉണ്ടായിരിക്കണം. എനിക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, എനിക്ക് IELTS-ന് വേണ്ട സ്കോർ ഉണ്ടായിരുന്നു, ഞാൻ ബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ STEM-ന് ആ STEM കാറ്റഗറിയിൽ ഞാൻ എലിജിബിൾ ആവുന്ന രീതിയിലുള്ള ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ എനിക്ക് കറക്റ്റ് സമയത്ത് ഞാനെല്ലാം അപ്ഡേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട്, അവര് ഇതേപോലെ തന്നെ അവരും എലിജിബിൾ ആയിരുന്നു. പക്ഷെ അവർ പ്രൊഫൈലൊന്നും ക്രിയേറ്റ് ചെയ്തില്ല. അവർ വിചാരിച്ചു 1 year എക്സ്പീരിയൻസ് ആയതിനു ശേഷം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാമെന്ന്. പക്ഷെ അവർക്ക് ഓൾറെഡി നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ അവരത് ക്രിയേറ്റ് ചെയ്തില്ല. അതുകൊണ്ട് അവർക്ക് ആ സമയത്ത് ഇൻവിറ്റേഷൻ വന്നില്ല, ബിക്കോസ് അവർക്ക് പ്രൊഫൈൽ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇൻവിറ്റേഷൻ വരുന്നത്? അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ കിട്ടാൻ ലേറ്റ് ആവും. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതൊരു ഭാഗ്യവുമായിരുന്നു, എന്നെ സംബന്ധിച്ച് അതൊരു എന്താ പറയാ, റിസ്കിന്റെ ഒരു ഫലവുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതായിരുന്നു എൻ്റെ 2021 തൊട്ട് 2024 വരെയുള്ള ജേർണി എന്ന് പറയുന്നത്. ഇനി ജോലിയുടെ കേസ്, ഞാൻ കറന്റ്ലി വർക്ക് ചെയ്യുന്നത് ടൊറന്റോയിൽ തന്നെയുള്ള ഒരു IT ഫേമിൽ സോഫ്റ്റ്വെയർ QA അനലിസ്റ്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇന്റർമീഡിയറ്റ് പൊസിഷനാണ്, വിച്ച് മീൻസ് സീനിയറോ അല്ല ജൂനിയറോ അല്ല, ഇന്റർമീഡിയറ്റ് പൊസിഷനാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ മാനുവൽ ആൻഡ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അതുപോലെ QA പ്രോസസ്സുകൾ ചെയ്യുന്നുണ്ട്, QA ലീഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സ്ക്വാഡിന്. അപ്പോൾ അതൊക്കെ ഇൻ ഡീറ്റെയിൽ നമുക്ക് ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ജോലിയുടെ കേസ്, ഇനി എന്ത് സംഭവിച്ചു, ആ കോൺട്രാക്ട് ജോബിന് എന്ത് സംഭവിച്ചു, ഇതാണ് അടുത്ത ഒരു ടോപ്പിക്. അപ്പോൾ ഞാൻ കോൺട്രാക്ട് ജോബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഐ തിങ്ക് ഒരു 12 months കോൺട്രാക്ട് കഴിഞ്ഞു. അതായത് ഓൾറെഡി എനിക്ക് PR-ന്റെ ഇൻവിറ്റേഷൻ അപ്പോഴേക്കും വന്നു, ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 12 months ഞാൻ
ഈ ഒരു കോൺട്രാക്ട് കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1 year ആയി. അപ്പോൾ ആ സമയത്ത് എൻ്റെ കമ്പനീൻ്റെ കരിയർ പോർട്ടലിൽ ഒരു ജോലി കണ്ടു, ഒരു ജോലിയുടെ ഒരു ഇൻഫർമേഷൻ കണ്ടു. അപ്പോൾ ഞാനത് കണ്ടത് അത് പോസ്റ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൊളീഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ദേ ഇങ്ങനെ ഒരു ജോബ് വന്നിട്ടുണ്ട്, നീ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ, നിനക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും, ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കൊളീഗ്സ് നമ്മളോട് പറഞ്ഞു തരും. ഇവിടെ ഒന്നും അങ്ങനെയല്ല. ഇവിടെ നമ്മൾ കൊളീഗ്സ് ആയിട്ട് നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങനെ പറഞ്ഞു തരിക അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സൈറ്റിൽ പോയി നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. സ്പൂൺ ഫീഡിങ് പരിപാടി ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് എന്തോ കാര്യത്തിന് ഞാൻ എൻ്റെ വെബ്സൈറ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ സൈറ്റിൽ ഞാൻ ഇങ്ങനെ കണ്ട ഒരു ജോലിയുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ജോബ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് 100% മാച്ചിങ് ആണ് എൻ്റെ സ്കിൽസും ക്വാളിഫിക്കേഷൻസും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനത് അപ്ലൈ ചെയ്തതിന് ശേഷം എൻ്റെ മാനേജർ എന്നെ കോണ്ടാക്ട് ചെയ്തു. ഈ ജോബ് വേറൊരു ഹയറിംഗ് മാനേജറിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ ക്വാളിഫിക്കേഷൻസ് ഒക്കെ മാച്ചിങ് ആണ്, അപ്പോൾ ആള് അതിൻ്റെ കാര്യങ്ങൾ ബാക്കി നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇന്റർവ്യൂ ഇൻവിറ്റേഷൻ വന്നു. ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. ആസ് യൂഷ്വൽ അത് ഇത്തിരി ടഫ് ഇന്റർവ്യൂ ആയിരുന്നു, ക്രാക്ക് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു, എന്നാൽ പോലും ആ ഇന്റർവ്യൂ പാസ്സായി. അങ്ങനെ എനിക്ക് സെയിം കമ്പനിയിൽ ഒരു പെർമനന്റ് ഫുൾ ടൈം ഓപ്പർച്യൂണിറ്റി കിട്ടി. അതായത് കോൺട്രാക്ട് ബേസിസിൽ ഒരു കമ്പനി കയറിയിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇന്റേണൽ ഓപ്പർച്യൂണിറ്റി വഴി ഞാൻ അവിടെ പെർമനന്റ് ഫുൾ ടൈം എംപ്ലോയി ആയി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഞാനിപ്പോൾ പെർമനന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓഫ്കോഴ്സ് നമുക്ക് ബെനിഫിറ്റ്സ് കൂടും, അതേപോലെ സാലറി കൂടി, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ നല്ല കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ കാനഡയിൽ വന്നിട്ട് സംഭവിച്ചത്. കുറേയൊക്കെ മോശം കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ലൈഫിൽ. അത് എല്ലാവർക്കും എന്താ പറയുക, ഒരു നാണയത്തിന് ഒരു നല്ല സൈഡും അല്ലെങ്കിൽ ഒരു 2 സൈഡ് ഉണ്ടെന്ന് പറയുന്നത് പോലെ എല്ലാത്തിനും ഉണ്ടാവും ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇവിടെ വരെ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് ഹൈബ്രിഡ് മോഡലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ 2 ദിവസം ഓഫീസിൽ പോകണം, 3 ദിവസം വർക്ക് ഫ്രം ഹോം ആണ്. പക്ഷെ അതത്ര അങ്ങോട്ട് എന്താ പറയുക, നമുക്കിപ്പോൾ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നമുക്കത് സംസാരിക്കാവുന്നേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് ദാറ്റ് എന്താ പറയുക, അത്രയും ഇഷ്യൂ ഒന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ ലൈഫ് എന്ന് പറയാൻ. പിന്നെ ഞാൻ പല ആൾക്കാരും വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കാനഡയിലെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ്, നമ്മൾ അങ്ങനെ ട്രാവൽ ചെയ്യാം, ഇങ്ങനെ ട്രാവൽ ചെയ്യാം, അവിടെ പോവാം, ഇവിടെ പോവാം, ഭയങ്കര മഞ്ഞാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം കേട്ടോ. ഞാൻ കാനഡ വന്നിട്ട് ഇവിടെ എനിക്ക് ഇപ്പം 4ാമത്തെ വിൻ്ററാണ് കഴിഞ്ഞത്. ഞാനിവിടെ വന്നിട്ടുള്ള 4ാമത്തെ വിൻ്റർ. എനിക്ക് ഓരോ വിൻ്ററും ഓരോ ടൈപ്പായിട്ടാണ് തോന്നിയത്. ആദ്യത്തെ വിൻ്ററിൽ ഭയങ്കര മഞ്ഞായിരുന്നു, 2ാമത്തെ വിൻ്ററിൽ മഞ്ഞ് കുറവായിരുന്നു, 3ാമത്തെ വിൻ്ററിൽ തീരെ മഞ്ഞില്ലായിരുന്നു. ഇപ്പം നല്ല മഞ്ഞുണ്ട്. ഇപ്പോൾ ഇവിടെ വിൻ്റർ ടൈമാണ്, കഴിയാറായി, സമ്മർ വരാൻ തുടങ്ങുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ എവിടെ നിന്നാലും അതിനൊരു നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നാട്ടിൽ നല്ല പേയ്മെന്റ് ഉണ്ടാവണം എന്നില്ല, നല്ല സാലറി ഉണ്ടാവണം എന്നില്ല, അല്ലെങ്കിൽ നല്ല പൊസിഷൻ കിട്ടണം എന്നില്ല. പക്ഷെ നല്ല പൊസിഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട്. ചില ആൾക്കാർക്ക് നാട്ടിലെ ഒരു രീതികളൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ വിദേശത്തേക്ക് വരാൻ ഒരുപാട് ആഗ്രഹിക്കും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ വിദേശത്തേക്ക് വരണം എന്നുള്ള ആഗ്രഹം തുടങ്ങിയത് തന്നെ നമ്മുടെ നാട്ടിലെ കുറെ കൾച്ചർ, ഗേൾ ബോയ് ഡിസ്ക്രിമിനേഷൻ, പിന്നെന്താ പറയാ, പല പല കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ചില കാഴ്ചപ്പാടുകളോട് യോജിക്കാൻ പറ്റാതെ വരും. എനിക്ക് എൻ്റെ ചില കാഴ്ചപ്പാടുകളോട് എനിക്ക് പൊരുത്തപ്പെട്ടു പോകത്തില്ല എന്ന് തോന്നി നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ. അതേപോലെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ജോലി എനിക്ക് നാട്ടിൽ കിട്ടുന്നില്ല. ഞാൻ വർക്ക് ചെയ്ത കമ്പനീസൊക്കെ അത്യാവശ്യം സ്റ്റാർട്ടപ്പ് കമ്പനീസാണ്. ഒരു നല്ലൊരു കമ്പനിയിൽ കയറാൻ എനിക്ക് പറ്റുന്നില്ല എന്നൊരു തോന്നലൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഞാൻ വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ എല്ലാം ഓക്കെ ആയെന്ന് പറയാൻ പറ്റില്ല, കാരണം സ്റ്റിൽ ഫിനാൻഷ്യലി നമുക്ക് കിട്ടുന്നത് അതേപോലെ ചിലവായി പോകുന്നു. കാരണം ഇവിടെ ഇൻഫ്ലേഷൻ ഉണ്ട്, ഇവിടെ ബുദ്ധിമുട്ടുകളുണ്ട്, അതേപോലെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ്.
അപ്പോൾ പണ്ട് ജീവിച്ച പോലെ അല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ 2021 ഞാൻ വന്ന സമയത്ത് ഒരു $70 ഒക്കെ ആയിട്ട് ഞാനൊരു ഗ്രോസറി സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ എനിക്കൊരു 2 ആഴ്ചത്തേക്കുള്ള ഗ്രോസറി എനിക്ക് വാങ്ങിച്ചിട്ട് പോരാം. ഇപ്പൊ ഞാൻ $70 ആയിട്ട് ഞാനൊരു ഗ്രോസറി സ്റ്റോറിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു 3 സാധനങ്ങളോ 4 സാധനങ്ങളോ വാങ്ങാൻ പറ്റും. അല്ലാണ്ട് എനിക്കൊരു ഒരു വീക്കിലേക്ക് പോലുള്ള സാധനങ്ങൾ ഫുള്ള് വാങ്ങാനുള്ള എമൗണ്ട് ആവില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ്. ആൻഡ് ഈ കഴിഞ്ഞ നാളില് US ടാരിഫിന്റെ ഡിഫറൻസസ് ആപ്ലിക്കബിൾ ആവാൻ പോവാണെന്ന് പറയുന്നുണ്ടായിരുന്നു. കുറച്ചൊക്കെ ആപ്ലിക്കബിൾ ആയി. അപ്പൊ അതൊക്കെ നമുക്ക് ഒരുപാട് ഇമ്പാക്ട്സ് ഉണ്ടാക്കും. നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഭംഗിയുള്ള സ്ഥലങ്ങളും ഭംഗിയുള്ള റീലുകളും മാത്രമല്ല വിദേശത്തുള്ള ലൈഫ് എന്ന് പറയുന്നത്. സ്ട്രഗിൾസ് ഉണ്ട്, അതേപോലെ തന്നെ ലോൺലിനെസ് ഉണ്ടാവാറുണ്ട് ചില സമയത്ത്. നമുക്ക് അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് ഈ കറങ്ങാനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പൈസ ഉണ്ട്, അതിനെന്ത് ചെയ്യണം, നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന സ്റ്റോറീസും കാര്യങ്ങളും എല്ലാം 100% വിശ്വസിച്ച് വിദേശത്തെ സുഖമാണെന്നങ്ങ് വിചാരിക്കരുത്. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ നാളിൽ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നാട്ടിൽ പോയപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഓ ഭയങ്കര രസമല്ലേ അവിടെ, അടിച്ചു പൊളിക്കാൻ, കാശ് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടായിരിക്കുമല്ലോ, അപ്പൊ എത്ര സേവിങ്സ് ഉണ്ടാവും, അങ്ങനെ ഒരാൾ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ആലോചിക്കണം, ഞാൻ ഈ കുറെ നാള് വർക്ക് ചെയ്തിട്ട് ആ സേവ് ചെയ്ത പൈസക്ക് വെച്ചിട്ടാണ് ഞാൻ നാട്ടിലേക്ക് ചെന്നത്. ഇനി നാട്ടിൽ നിന്ന് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് ഫ്രം സീറോ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മളോട് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് എത്ര സേവിങ്സ് ഉണ്ട്, എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളെന്ന്. അപ്പം അങ്ങനെയല്ല ലൈഫ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമ്മൾ എന്ത് വാങ്ങിച്ചാലും നമ്മൾ എന്ത് കിട്ടിയാലും അതിന് ടാക്സ് കൊടുക്കണം. ഈവൻ നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നിങ്ങൾക്ക് കുറച്ച് പൈസ ബോണസ് ആയിട്ട് കിട്ടി, നിങ്ങളുടെ പെർഫോമൻസ് വെച്ച് നിങ്ങൾക്ക് കമ്പനി ഒരു ബോണസ് തന്നു, അതിന് വരെ ടാക്സ് ഉണ്ട്. അപ്പോൾ ടാക്സ് എല്ലായിടത്തും ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്ര സുഖകരമായ ലൈഫല്ല വിദേശത്ത്. ഇതിപ്പോ കാനഡയുടെ മാത്രം അവസ്ഥയല്ല, എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ചില ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ ചോദിക്കുന്നുണ്ടാവും, എന്നാ പിന്നെ നിനക്ക് നാട്ടിൽ വന്നൂടെ, നാട്ടിൽ വന്ന ഇത്രയും ചെലവൊന്നും ഇല്ലല്ലോ, നാട്ടിൽ ടാക്സ് ഒന്നും ഇത്ര ഇല്ലല്ലോ, നാട്ടിൽ വന്ന് നിന്നാ പോരെ, എല്ലാരെയും കാണാം, ലോൺലിനെസ് ഇല്ല, കഷ്ടപ്പാടില്ല, ജോലി അധികം ഇത്ര പോലെ ഭയങ്കര പണിയൊന്നും എടുക്കണ്ട എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമായിരിക്കും. അതിനൊരു മറുപടി പറയാം. ഒന്ന്, ക്വാളിറ്റി ഓഫ് ലിവിങ് അതിവിടെ നല്ല രീതിയിലുണ്ട്. എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട്. എനിക്കിപ്പോ ഒരു ഐഫോൺ വേണം, എനിക്ക് ഇവിടെ ആണെങ്കിൽ നാളെ പോയി വാങ്ങാം. നാട്ടിൽ എനിക്കൊരു ഐഫോൺ വേണമെങ്കിൽ എപ്പോൾ കിട്ടും? കഷ്ടപ്പെട്ട് പണിയെടുത്ത് ചിലപ്പോൾ ഒരു 5 കൊല്ലം എടുക്കും എനിക്കൊരു ഐഫോൺ മേടിക്കണമെങ്കിൽ. ഇനി അതല്ല, എനിക്കിപ്പോ ഒരു നല്ലൊരു അപ്പാർട്ട്മെന്റ്, നല്ല വ്യൂ ഒക്കെ ഉള്ള ഒരു ലക്ഷറി അപ്പാർട്ട്മെന്റിൽ ഒരു ദിവസം താമസിക്കണം. നാട്ടിലാണെങ്കിൽ നമുക്ക് അതിനുള്ള സാലറി ഒന്നും കിട്ടത്തില്ല. എനിക്ക് തോന്നുന്നില്ല, ഇപ്പൊ ഉണ്ടായിരിക്കും, ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. അതേസമയം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊക്കെ പെട്ടെന്ന് പോസിബിൾ ആണ്. നമുക്ക് എന്ത് സാധനം വാങ്ങണോ, എന്ത് സാധനം വേണോ, എന്ത് സാധനം എക്സ്പീരിയൻസ് ചെയ്യണോ, അതെല്ലാം പെട്ടെന്ന് പോസിബിൾ ആക്കുന്ന ഒരു കാര്യമാണ് വിദേശത്തുള്ളത്. നമ്മുടെ നാട്ടിൽ അത് ഈസിലി അവൈലബിൾ അല്ല. പിന്നെ നമ്മള് എന്താ പറയാ, ക്വാളിറ്റി ഓഫ് ലിവിങ്ങിന് വേറെയും കുറെ അർത്ഥങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ വിശദമായിട്ട് ഇപ്പൊ പറയുന്ന ബോറടിപ്പിക്കുന്നില്ല. അതല്ലാണ്ട് പിന്നെ നമ്മൾക്ക് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലേക്കാളും നമുക്ക് സാലറി, വർക്ക് ലൈഫ് ബാലൻസ്, അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. വളരെ 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 ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം ഞാൻ നാട്ടില് 4 കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 4 കമ്പനിയിലും ഞാൻ 10 മണി വരെയൊക്കെ ഇരുന്ന സാഹചര്യങ്ങളുണ്ട്. രാത്രി 10 മണി വരെ ഇരിക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ഫ്രീക്വന്റ് ആയിട്ട്, വല്ലപ്പോഴും അല്ല, ഫ്രീക്വന്റ് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു കമ്പനിയിൽ എനിക്ക് തോന്നുന്ന ഞാൻ വർക്ക് ചെയ്ത ഫസ്റ്റ് കമ്പനിയിൽ എനിക്ക് ഇതുപോലെ രാത്രിയിൽ മീറ്റിങ്ങിന് ഇരിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഒരാഴ്ചക്ക് ലീവ് എടുത്ത ഒരു സാഹചര്യം വന്നു. കാരണം എനിക്ക് അത്രയും വയ്യാണ്ടായി. അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഇതുവരെ വന്നിട്ടില്ല. ഇത് കോർപ്പറേറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ എല്ലാ കമ്പനിയും ഒരുപോലെ അല്ല, അതും മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ എന്താ പറയാ, 9 to 5 ആണ് നമ്മുടെ ജോലിയെങ്കിൽ 5 ആവുമ്പോൾ നമ്മുടെ പണി കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് വീട്ടിൽ പോവാം. നമ്മളോട് ആരും വന്ന് ചോദിക്കില്ല, നിങ്ങൾ എന്താ 5 മണിക്ക് ശേഷം ഇരിക്കാതിരുന്നെ എന്നൊന്നും ആരും ചോദിക്കില്ല. നിങ്ങളുടെ വർക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആരും നിങ്ങളെ വന്നിട്ട് എന്താണ് ഒരുപാട് നേരം വൈകിയിരുന്നതെന്നൊന്നും ഇരിക്കാതിരുന്നത് എന്ന് ചോദിക്കില്ല.
ഇവിടെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ നമ്മൾ ഒരുപാട് ഓഫീസിൽ ലേറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യം കാരണം ഇരിക്കേണ്ടി വന്നാൽ അവര് നമ്മളോട് ചോദിക്കും നിങ്ങൾ എന്തിനാ ലേറ്റ് ആയിട്ട് ഇരുന്നത് എന്നുള്ളൊരു നമ്മൾ അതിന് ആൻസർ പറയേണ്ടി വരും. ബിക്കോസ് ഇവിടെ വർക്ക് ലൈഫ് ബാലൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ കനേഡിയൻസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രാവിലെ വന്ന് ജോലി ചെയ്ത് ആ ജോലി എന്ന സമയത്ത് 100% സിൻസിയർ ആയിരിക്കും, ഡെഡിക്കേറ്റഡ് ആയിരിക്കും. അതിനുശേഷം 5 മണി അല്ലെ 4 മണിയാകുമ്പോൾ അവർ സിസ്റ്റം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വർക്ക് ഇല്ല, പിന്നെ അവർക്ക് അവരുടെ ലൈഫാണ്. അതിനുശേഷം പിറ്റേ ദിവസമാണ് അവർക്ക് പിന്നെ വർക്ക് ഉണ്ടാവുക. വർക്ക് ഉണ്ടാവുക വെച്ചാൽ അവർ അതിനെപ്പറ്റി ചിന്തിക്കുക. സോ അത് എന്നെ സംബന്ധിച്ച് ഒരു വലിയൊരു കാര്യമാണ്. വർക്ക് ലൈഫ് ബാലൻസ് എന്താണെന്ന് അറിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ ഇവിടെ വന്ന് വർക്ക് ലൈഫ് ബാലൻസ് എന്താണ് എന്ന് ഞാൻ അറിയുന്നത്. അപ്പൊ ഒരു ഫാമിലിയൊക്കെ ഉള്ള ഒരാളാണ്, കുട്ടികളൊക്കെ ഉള്ള ഒരാളാണ്, ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ല രീതിയിൽ അവരുടെ ഫാമിലിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ ഉണ്ടാകും. അതാണ് ഒരു ഗുണം. ഇത് ഒരു ജോലി മാത്രമുള്ള ആൾക്കാരുടെ കാര്യമാണ്. 2 ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരെ സംബന്ധിച്ച് ഇതായിരിക്കില്ല കഥ, അവർക്ക് വേറെ കഥയായിരിക്കും പറയാനുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കാനഡ ജീവിതത്തിന്റെ ഒരു അതിൽ നിന്ന് എടുത്ത ഒരു ചെറിയൊരു ഏട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഈ പറഞ്ഞതിൽ അറിയാനോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. വിശദമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ബൈ.